മക്കളെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണാനുള്ള ഇക്വേഷൻ പെർസെൻറ്റേജ് composition of an element equal to total mass of element divided by total mass of element divided by total mass of compound into 100. Total mass of element divided by total mass of compound into 100. For example, percentage of nitrogen in urea. Percentage of nitrogen in urea. Urea എന്ന് പറയുന്നത് എന്താണ്? NH2CO NH2. ഇതിൽ എത്ര നൈട്രജനാ? 2 നൈട്രജൻ. 1 2 2 നൈട്രജൻ. 2 നൈട്രജൻ എന്ന് പറയുമ്പോൾ 2 into 14 അല്ലേ? ടോട്ടൽ മാസ് ഓഫ് ദാറ്റ് എലിമെന്റ് നൈട്രജന്റെ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ 2 നൈട്രജൻ 2 into 14 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് കോമ്പൗണ്ട്. ടോട്ടൽ മാസ് ഓഫ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് യൂറിയയുടെ മാസ് ടോട്ടൽ വരിക 60 ആണ്. സോ ഡിവൈഡ് ബൈ 60 into 100. ഓക്കെ, സോ as 0 cancelled, 2 cancelled, divide by 3. So 14 into 10 divided by 3. 14 by 3 12 നമുക്കൊരു 4 കിട്ടും. ബാക്കി 2 by 3. 2 by 3 ഒരു 0.66 കിട്ടും into 10. So that is 46.66%. ബാക്കി ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ് ഞാൻ എന്തിൽ കാണിക്കാം? സേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് കാണിക്കാം. കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് അതിലൂടെ കുറച്ചും കൂടെ പാക്ക് ചെയ്യാം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടേം ആണ് ഫോർമുലാസ് എന്ന് പറയുന്നത്. എന്താണ് ഫോർമുല? ഓക്കെ, ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. ഫോർമുല ഓഫ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ടുകൾക്ക് 2 തരം ഫോർമുല പറയാറുണ്ട്. ഒന്നതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷൻ, അതിനെ പറയുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. ഏറ്റവും സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷൻ അതിൻ്റെ പേരാണ് എംപിരിക്കൽ ഫോർമുല. ഓക്കെ, കുറച്ചുകൂടെ ഫുൾ ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്കുലർ ഫോർമുല. എന്താ പറയുക? മോളിക്കുലർ ഫോർമുല. ഓക്കെ, എംപിരിക്കൽ ഫോർമുല നമുക്ക് EF എന്നിടാം ആൻഡ് മോളിക്കുലർ ഫോർമുല BMF. റെഡി മക്കളെ? എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്കെൽട്ടൺ റെപ്രസെൻറ്റേഷൻ. മോളിക്കുലർ ഫോർമുല ദ എൻറ്റയർ ഹോൾ ഫോർമുല. സോ എംപിരിക്കൽ ഫോർമുല സിമ്പിൾ representation. Okay, molecular formula is the actual representation. Okay, empirical formula നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുക about the nature of atoms. ഏതൊക്കെ ആറ്റംസ് ആ കോമ്പൗണ്ടിൻ്റെ അകത്തുണ്ട് എന്ന് പറയാൻ പറ്റും. ആൻഡ് their റേഷ്യോ, ഏറ്റവും സിമ്പിൾ റേഷ്യോയിലായിരിക്കും നമുക്കത് അവിടെ കിട്ടുന്നുണ്ടാവുക, അവരുടെ റേഷ്യോ. ഓക്കെ, ഇവിടെ അബൌട്ട് ദ മോളാർ മാസ്, അതിൻ്റെ മോളാർ മാസും എല്ലാം കിട്ടും കേട്ടോ, റേഷ്യോ എല്ലാം കിട്ടും. ഹോൾ ഡീറ്റെയിൽസ് മോളിക്കുലർ ഫോർമുലയിൽ കിട്ടും. കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ CH എന്ന് പറയുന്ന ഒരു എംപിരിക്കൽ ഫോർമുലയാണ്. ആ CHൻ്റെ 2 ഡിഫറെൻറ്റ് മോളിക്കുലർ ഫോർമുലാസ് ഞാൻ പറയാം. ഒന്ന് C6H6 ബെൻസീൻ, ഒന്ന് C2H2 ഈഥൈൻ. ഓക്കെ, CH2O എന്ന് പറയുന്നത് ഒരു മോളിക്കുലർ എംപിരിക്കൽ ഫോർമുലയാണ്. അതിൻ്റെ ഒരു ഫോം C2H4O2 അസറ്റിക് ആസിഡ്, മറ്റൊരു ഫോം C6H12O6. ഇപ്പോൾ H2O എന്ന് പറയുന്നത് ഒരു എംപിരിക്കൽ ഫോർമുലയാണ്. അതിൻ്റെ മോളിക്കുലർ ഫോർമുലയും H2 തന്നെയാണ്. അപ്പോൾ 1:1 ആണ് റേഷ്യോ കിട്ടി. കാർബണോ ഹൈഡ്രജൻ ഉണ്ടെന്ന് കിട്ടിയതാണ് ഞാൻ പറഞ്ഞ. നേച്ചറും കിട്ടും, അതിൻ്റെ റേഷ്യോയും കിട്ടും.
ഇത് ഹോൾ ഡീറ്റെയിൽസ് ആയി കിട്ടുക. ഇത് 78 മോളാർ മാസ് ഉള്ളതാണ്. ഇത് മീൻസ് അസെറ്റിലീൻ ആണ്. അപ്പൊ ഏതാണ് മോളിക്യൂൾ എന്ന് കിട്ടണമെങ്കിൽ മോളിക്കുലർ ഫോമുല തന്നെ വേണം. വേണ്ടേ? ഇംപിരിക്കൽ ഫോമുലയിൽ നിന്ന് മോളിക്കുലർ ഫോമുലയിലേക്ക് പോകാൻ ഒരു കോൺസ്റ്റന്റ് നമ്പറിന്റെ റിലേഷനാണ്. ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടും. ഒരേ ഇംപിരിക്കൽ ഫോമുലയിൽ ഒരുപാട് മോളിക്കുലർ ഫോമുല ഉണ്ടാവാം. ഓക്കെ, ഇത് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടും, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടും. ചിലപ്പോൾ ഇംപിരിക്കൽ ഫോമുലയും മോളിക്കുലർ ഫോമുല എന്താവാം? സെയിം ആവാം, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു റിലേഷൻ ഇവിടെ പറയാനുള്ളത്, മോളിക്കുലർ ഫോമുല കിട്ടണമെങ്കിൽ ഇംപിരിക്കൽ ഫോമുല ആദ്യം എടുക്കണം. എന്നിട്ട് അതിനെ ഏതോ ഒരു നമ്പർ n, ആ n കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. n എന്ന് പറയുന്ന നമ്പർ കൊണ്ട് നമ്മൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തോളാം. റെഡി? ഓക്കെ, ആ n എങ്ങനെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. മോളിക്കുലാർ മാസ് അഥവാ മോളാർ മാസ്. മോളാർ മാസ് ഗ്രാമിലുള്ള കേട്ടോ. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ഇംപിരിക്കൽ ഫോമുല മാസ്. ഇംപിരിക്കൽ ഫോമുല മാസ്. മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ ഇംപിരിക്കൽ ഫോമുല മാസ്. റെഡിയാണോ? അതാണ് n എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കാം. വേപ്പർ ഡെൻസിറ്റി. വേപ്പർ ഡെൻസിറ്റി അഥവാ VD എന്ന് പറയും. മക്കളെ, വേപ്പർ ഡെൻസിറ്റി മോളാർ മാസ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മോളാർ മാസ് ഈക്വൽ ടു, മോളാർ മാസ് അഥവാ മോളിക്കുലാർ മാസ് കാണണമെങ്കിൽ 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി യൂസ് ചെയ്താൽ മതി. റെഡി? മോളിക്കുലാർ മാസ് കാണണമെങ്കിൽ 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ആ ഒരു റിലേഷനും കയ്യിൽ കീപ്പ് ചെയ്തോളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായി. 2 ടൈപ്പ് ഫോമുലാസ് ആയി. ഇംപിരിക്കൽ ഫോമുല, മോളിക്കുലർ ഫോമുല കാര്യങ്ങളൊക്കെ ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഈ പെർസെൻറ്റേജ് കോമ്പോസിഷനും ഇംപിരിക്കൽ ഫോമുലയും മോളിക്കുലർ ഫോമുലയും ഒക്കെ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ആ റിലേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്നത് റിലേറ്റീവ് മോളാണ്. പെർഫെക്റ്റ് മോൾ അല്ല, റിലേറ്റീവ് മോൾ. എന്താണ് ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ? റിലേറ്റീവ് വെയിറ്റ്. 100-ല് മറ്റേ ആളെ അപേക്ഷിച്ച് ഇയാൾ ഇത്രയും ഉണ്ട് എന്നുള്ള ഒരു റിലേറ്റീവ് വെയിറ്റ് ആണ്. ആ റിലേറ്റീവ് വെയിറ്റിനെ അതിന്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ റിലേറ്റീവ് മോൾ. ഓക്കെ, ആ റിലേറ്റീവ് മോൾസിന്റെ റിലേറ്റീവ് മോൾ നമ്മൾ കണ്ടല്ലോ. മോൾസിന്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. റിലേറ്റീവ് മോൾസിന്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോനെയാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ആ റേഷ്യോ നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇംപിരിക്കൽ ഫോമുല. ആ ഇംപിരിക്കൽ ഫോമുലയിൽ നിന്നും നമുക്ക് ഇംപിരിക്കൽ ഫോമുല മാസ് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. റെഡിയാണോ? ഓക്കെ, ആ ഇംപിരിക്കൽ ഫോമുല മാസ് ഉണ്ടെങ്കിൽ നമുക്ക് n കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം നമ്മളെ കയ്യിൽ ഇംപിരിക്കൽ ഫോമുല ഉണ്ട്. അത് ഞാൻ ഇംപിരിക്കൽ ഫോമുല മാസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇംപിരിക്കൽ ഫോമുല മാസ് ഉണ്ടെങ്കിൽ മോളാർ മാസിനെ നമ്മൾ ആ ഇംപിരിക്കൽ ഫോമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? n കിട്ടും. ആ n കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മളോട് പറഞ്ഞ നമ്മുടെ കയ്യിലുള്ള ഇംപിരിക്കൽ ഫോമുല മാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോറി ആ n കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മുടെ കയ്യിലുള്ള ഇംപിരിക്കൽ ഫോമുലേനെ നമ്മൾ ആ n കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ ഫോമുല കിട്ടും. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ നിന്നും നമ്മൾ എങ്ങോട്ടെത്തി? മോളിക്കുലർ ഫോമുലയിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷനിൽ നിന്നും മോളിക്കുലർ ഫോമുലയിലേക്ക് എത്തിയ രൂപമാണിത്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിലേറ്റീവ് മോൾസ് കിട്ടും. ആ റിലേറ്റീവ് മോൾസിന്റെ ഏറ്റവും സിമ്പിൾ റേഷ്യോ നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇംപിരിക്കൽ ഫോമുല എന്ന് പറയുന്ന ആ എലിമെന്റ്സ് തമ്മിലുള്ള ഫോമുല കിട്ടും. ആ ഫോമുല ഉപയോഗിച്ച് നമ്മൾ അതിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇംപിരിക്കൽ ഫോമുല മാസ് കിട്ടി. ക്വസ്റ്റ്യനിൽ മോളാർ മാസ് കിട്ടാനുള്ള ഡാറ്റ തന്നിട്ടുണ്ടായിരിക്കും. ആ മോളാർ മാസിനെ ഇംപിരിക്കൽ ഫോമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് n കിട്ടും. ആ n-നെ നേരത്തെ നമ്മൾ ഇംപിരിക്കൽ ഫോമുല മാസിനെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ സിമ്പിൾ റേഷ്യോ അല്ലേ ഇംപിരിക്കൽ ഫോമുല, അതുമായി മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ മോളിക്കുലർ ഫോമുല കിട്ടും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ കാർബണ്, ഹൈഡ്രജന്, ഓക്സിജൻ തന്നിട്ടുണ്ട്.
ഓക്കെ. കാർബൺ ഒരു 24.02% എടുത്ത് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഒരു 4.001% തന്നിട്ടുണ്ട്. ഓക്സിജൻ റെസ്റ്റ് എത്ര വരിക? എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ടോട്ടൽ 24 കാർബൺ ആയി, ഹൈഡ്രജൻ 4 ആയി, 28. ബാക്കി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലോറിൻ എടുക്കാം. ക്ലോറിൻ ഒരു 71.65% തന്നിട്ടുണ്ട്. കാർബൺ, ഹൈഡ്രജന്, ക്ലോറിൻ. ജസ്റ്റ് എൻ്റെ ഓർമ്മയിൽ വന്നൊരു ക്വസ്റ്റ്യൻ എടുത്ത് വരുന്നുള്ളൂ. ഇതിൻ്റെ മോളിക്കുലർ ഫോമിലെ കാണണം. ഇതിൻ്റെ മോളാർ മാസ് എന്തോ 98 എന്തോ ഉണ്ട്. ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് മോൾ നമ്മൾ കാണാൻ പോവാം. റിലേറ്റീവ് മോൾസ്. അപ്പോൾ റിലേറ്റീവ് മോൾ നമ്മൾ കാർബൺ കാണുന്ന സമയത്ത് 24.02 ഡിവൈഡ് ബൈ 12 അപ്രോക്സിമേറ്റ്ലി 2. ഇവിടെ ഹൈഡ്രജൻ്റെ കേസിൽ 4.01 ഡിവൈഡഡ് ബൈ 1, സോ അപ്രോക്സിമേറ്റ്ലി 4. ഇവിടെ ക്ലോറിൻ്റെ കേസിൽ 71.65 ഡിവൈഡ് ബൈ ക്ലോറിൻ 35.5 അല്ലേ, അപ്രോക്സിമേറ്റ്ലി 2. സോ ആ സിമ്പിൾ റേഷ്യോ എന്ന് പറയുന്നത് 1:2:1. അതാണ് ഇംപിരിക്കൽ ഫോർമുല. അപ്പോൾ കാർബൺ 1, അപ്പോൾ ഇംപിരിക്കൽ ഫോർമുല അതാണ്. ആ സിമ്പിൾ റേഷ്യോ ആണ് ഇംപിരിക്കൽ ഫോർമുല. കാർബൺ 1, ഹൈഡ്രജൻ 2, ക്ലോറിൻ 1. അപ്പോൾ അതിൻ്റെ മാസ് എത്ര വരിക? 12 + 1 + 35.5 എത്ര വരുന്നുണ്ടാവുക? 48.5. ഓക്കെ, 48.5. റെഡിയാണോ? ഒരു 99 റേഞ്ചിലെങ്ങാണ്ടൊക്കെ ആയിട്ട് 48 എത്ര വരുന്നുണ്ടാവുക? ഒരു 97 റേഞ്ചിലോ ഇങ്ങനെ എങ്ങാണ്ടായിട്ട് മോളാർ മാസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ മോളിക്കുലർ ഫോം N കാണണം. N ആണെങ്കിൽ മോളിക്കുലർ ഫോമുല മാസ് 97 ഡിവൈഡ് ബൈ 48.5 അല്ലേ? 48.5 അല്ലേ? 13 കറക്റ്റ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 48, 96. അപ്പോൾ 2ൻ്റെ അടുത്ത് കിട്ടും. അപ്പോൾ മോളിക്കുലർ ഫോമുല നമുക്ക്, അപ്പോൾ N നമ്മൾ കണ്ടു, മോളാർ മാസ് ഡിവൈഡ് ബൈ ഇംപിരിക്കൽ ഫോമുല മാസ് വെച്ചിട്ട്. ഇനി മോളിക്കുലർ ഫോമുല കാണാനായിട്ട് 2 × ഇംപിരിക്കൽ ഫോമുല, 2 × C1H2Cl1. റെഡി? സോ C2H4Cl2. റെഡി? ഇങ്ങനെയാണ് കാണുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം ഇതുമായി റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് എലിമെന്റ് എന്ന് പറയുന്ന സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ യൂറിയ? നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലേ? പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ യൂറിയ നമ്മൾ കണ്ടിരുന്നു 46.66%. ഞാൻ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ചോയ്സ് ബി എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാസ് ഓഫ് കാർബൺ പ്രസന്റ് ഇൻ 0.5 mole ഓഫ് K4FeCN 6 times. 0.5 mole ഓഫ് K4FeCN 6 times. ഇതിലെ മാസ് ഓഫ് കാർബൺ ആണ് ചോദിക്കുന്നത്. ഇത് 0.5 മോളിന്റെ. ആദ്യം ഇതിന്റെ ഒരു മോളില് 1 മോൾ K4FeCN 6 times contains ഒരു മോൾ എത്ര ആക്കാറുണ്ട് മക്കളെ? contains the CN 6 times ആണ് 6 കാർബൺ. അതായത് 1 mole contains 6 carbon. 6 carbon means ഒരു മോളിലുള്ള 1 mole KF4CN 6 times contains 6 × 12 അല്ലേ? അഥവാ എത്രയാവട്ടെ അത്രയും ഗ്രാം ആരുണ്ട്? കാർബൺ ഉണ്ട്. പക്ഷെ നമ്മളോട് 1 മോളിൻ്റെ അല്ല ചോദിച്ചത്, 0.5 മോളിൻ്റെ ആണ് ചോദിച്ചത്. സോ 0.5 മോൾ കണ്ടെയ്ൻസ്, ഒരു മോൾ എത്രയാണെങ്കിൽ 0.5 മോൾസിൽ അതിന് നേരെ പകുതി ആയിരിക്കും. ആണോ? ഇൻറ്റു 0.5, that is 6 × 6, that is equal to 36. ഓക്കെ, സോ ചോയ്സ് വരുന്നത് ഡി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ക്വസ്റ്റ്യൻ എന്താണ്? 1.2 gram അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1.2 gram ഓഫ് മെഗ്നീഷ്യം, അറ്റോമിക് മാസ് 24 എന്ന് തന്നിട്ടുണ്ട്, വിൽ പ്രൊഡ്യൂസ് MgO ഈക്വൽ ടു. ഓക്കെ, അപ്പോ നമുക്കറിയാം എന്താ Mg plus half O2 gives what? MgO. അതായത്
1 മോൾ മാഗ്നീഷ്യം 1 മോൾ MgO പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി വെയിറ്റിലേക്ക് പറയുകയാണെങ്കിൽ 24 ഗ്രാം മാഗ്നീഷ്യം 24 പ്ലസ് ഓക്സിജൻ 16 അല്ലേ, 40 ഗ്രാം MgO ഉണ്ടാക്കി തരുന്നു. അതല്ലേ ഇപ്പൊ റിയാക്ഷൻ പറയുന്നത്? അതെ. ഇനി നമുക്ക് തന്നത് എത്ര മോളാണെന്ന് നോക്കാം. നമുക്ക് മാഗ്നീഷ്യത്തിന്റെ വെയിറ്റ് ആണ് തന്നിട്ടുള്ളത്. വെയിറ്റ് എന്നാ മോള് കാണാലോ, വെയിറ്റ് ബൈ മോളാർ മാസ്. വെയിറ്റ് എത്രയാ? 1.2 ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ് 24. ഈ 1.2 എന്നുള്ളത് 12 into 10⁻⁻1 എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാവും. സോ 1/2 into 10⁻⁻1 മോൾ, അഥവാ 1/2 0.5 into 10⁻⁻1 0.05 മോൾ ആരാണ്? മാഗ്നീഷ്യമാണ്. which can provide 1 mole of magnesium. 1 mole magnesium ഉണ്ടാക്കുക, 1 mole MgO. അപ്പോൾ 0.05 mole magnesium ഉണ്ടാക്കുക, 0.05 mole MgO അല്ലേ? ഇതിന്റെ വെയിറ്റ് എന്താ? 0.05. 1 മോളിന്റെ വെയിറ്റ് 40 ഗ്രാം. അപ്പോൾ 0.05 മോളിന്റെ വെയിറ്റ് 0.05 into 40, that is 5 into 0.4, that is 2 gram. ഇതിൽ എന്താണ് ചോയ്സ് നോക്കാം. വിൽ പ്രൊഡ്യൂസ് MgO equal to 0.05 മോൾ ഉണ്ട്, 2 ഗ്രാം ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇതുണ്ട്, ചോയ്സ് എ എടുക്കാം, 0.05. ഓക്കെ, മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. Insulin contains 3.4% of sulfur by mass. What will be the minimum molecular weight of insulin? ഇൻസുലിന് 3.4% സൾഫർ ഉണ്ട് മാസ് കൊണ്ടുള്ള. വാട്ട് ഈസ് ദ മിനിമം മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഇൻസുലിൻ? ഈ മിനിമം മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആറ്റങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മിനിമം എന്ന് പറയാം. ഓക്കെ, അതായത് അതിന്റെ എംപിരിക്കൽ ഫോർമുല. അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് C6H12O6. ഇതിന്റെ റിയൽ മോളിക്കുലാർ മാസ് എത്രയാണ്? 180 ആണ്. ഇയാളുടെ മിനിമം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഇത്രയെങ്കിലും വേണമെന്നാണ് അർത്ഥം. റെഡിയാണോ? അപ്പൊ മിനിമം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപിരിക്കൽ ഫോർമുലയുടെ മാസാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, മിനിമം എത്രയാണോ ഉണ്ടാവുന്നത്, മിനിമം അതിൽ ഏത് കമ്പോണന്റ് ആണെങ്കിലും ഒന്നെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ ഇൻസുലിന്റെ മിനിമം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് അറ്റ്ലീസ്റ്റ് കണ്ടെയ്ൻ വൺ സൾഫർ. ഒരു സൾഫറയിൽ ഉണ്ടായിരിക്കണം. ഇനി അതിന്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട് ഇല്ലേ? എങ്ങനെയാ തന്നിട്ടുള്ളത്? 3.4% സൾഫർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം percent composition is equal to total mass of element divided by mass of compound into 100 ആണല്ലോ. ഈ മാസ് ഓഫ് എലിമെന്റ് എന്ന് പറയുന്നത്, ടോട്ടൽ മാസ് ഓഫ് എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് ഓഫ് എലിമെന്റ് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റംസ് എന്നാണ്. പക്ഷെ മിനിമം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എത്രയെന്ന് അറിയില്ല, പക്ഷെ ഒന്നെങ്കിലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ അത് എടുക്കണം. അപ്പോൾ അത് സൾഫർ ആകുമ്പോൾ അറ്റോമിക് മാസ് 32. അപ്പൊ മിനിമം ആകുമ്പോൾ ആ മാസ് ഓഫ് എലിമെന്റ് അറ്റോമിക് മാസിനെ കൊടുക്കാം. റിയൽ ഫോമിൽ അറിയാമെങ്കിൽ ഇൻറ്റു എത്ര ആറ്റംസ് ഉണ്ടോ അതും കൂടെ കൊടുക്കാം. ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ 3.4 എന്നുണ്ട്. അപ്പോൾ മിനിമം മോളിക്കുലാർ മാസ് ഓഫ് കോമ്പൗണ്ട് ആണ് കാണേണ്ടത്. അപ്പോൾ മാസ് ഓഫ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താവും? മിനിമം ഒരു സൾഫർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ മിനിമം മോളിക്കുലാർ മാസ് ആണ് കിട്ടുക. അതായത് മാസ് ഓഫ് കോമ്പൗണ്ട് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇയാളൊന്ന് താഴേക്ക് ഇറക്കിയാൽ മതി. അപ്പോൾ 32 ഡിവൈഡ് ബൈ 3.4 into 100 എന്നാവും. റെഡി? അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 34 into 10⁻⁻1, മുകളിൽ ഒരു 100, ഇതുകൂടി മുകളിലേക്ക് പോയാൽ അത് 10⁻³ ആയി. 32 ഡിവൈഡ് ബൈ 34 എന്ന് പറയുന്ന ഒരു 0.9 റേഞ്ചിൽ വരില്ലേ? അപ്പോൾ 0.9 into 1000 എന്നുള്ള രീതിയിലാവും. അപ്പോൾ ഒരു 900 സംതിങ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എത്ര ചോയ്സ് ഉണ്ട്? അങ്ങനെ 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഏത് 32 ബൈ 34 എത്രയാണെന്ന് നോക്കി നോക്കാം. 16 ബൈ 17. ഓക്കെ, അപ്പോൾ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? 160
17 എത്ര എണ്ണം കിട്ടുന്നു? 17 × 9 നോക്ക്, എത്ര വരുന്നുണ്ടാവും? 3, 6. 3, 6, 9, 9, 6 എത്ര വരിക? 15. അപ്പോൾ 153 ഒരു പാർട്ട് വരുന്നത്, ബാക്കി 7 ആണുള്ളത്. ഓക്കെ, സോറി 9 പാർട്ട് വരുന്നത് 153, ബാക്കി 7 ആണുള്ളത്. 7, 70, 70, 700 സോൺ പോവുകയാണെങ്കിൽ 70 എടുക്കും. 70 ഡിവൈഡ് ബൈ 0.2, 70 ഡിവൈഡ് ബൈ 70 എത്ര വരും? 34. ഒരു 3 ടൈംസ് 4 ടൈംസ് ഒക്കെ വരും. 34 കറക്റ്റ് 4 ടൈംസ് വരും. അപ്പോൾ നമുക്ക് 0.94 എന്ന് എടുക്കാം. അപ്പോൾ ഇൻറ്റു ഒരു 10³ കൂടെ വരുന്ന സമയത്ത് 940 റേഞ്ചിൽ വരും. അപ്പോൾ ആൻസർ കുറച്ചുകൂടി ക്ലോസ്ഡ് ആയതുകൊണ്ട് 941 976 ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ ചോയ്സ് നമുക്ക് സി എടുക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ 66% പ്യുവർ NH4 ട്വൈസ് SO4 സാമ്പിൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, പെർസെൻറ്റേജ് കോമ്പോസിഷനാണ് ചോദിച്ചത്, പക്ഷേ 66% പ്യൂരിറ്റിയേ ഉള്ളൂ. നമുക്കറിയാം അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നതിൻ്റെ വെയിറ്റ് എന്താ? അമോണിയം NH3യുടെ വെയിറ്റ് 17 ആണ്. അപ്പോൾ NH4ൻ്റെ വെയിറ്റ് 18. അപ്പോൾ 18 × 2 + 96. SO4 96 വരും കേട്ടോ. അതായത് 36 + 96. അപ്പോൾ 120 132 വരും. ഇതാണ് ഇയാളുടെ മോളാർ മാസ്. അതിൽ 2 നൈട്രജൻ ഉണ്ട്, അഥവാ 28 ഗ്രാം ഉണ്ടാവും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇൻ 100% സാമ്പിള് നമ്മളെങ്ങനെ കാണുക? ടോട്ടൽ വെയിറ്റ് ഓഫ് എലിമെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. അതുപോലെ ഇവിടെ 100% സാമ്പിൾ അല്ല, 66.66% സാമ്പിൾ ഉള്ളൂ. അപ്പോൾ എത്ര വരിക? 28 ഡിവൈഡ് ബൈ 132 ഇൻറ്റു 66.66. ഓക്കെ, അങ്ങനെയാണ് ആൻസർ വരിക. റെഡി? ശ്രദ്ധിക്കുക, ഈ 132ഉം 66ഉം കറക്റ്റ് 2 വരിക. 28/2 14 ആൻസർ വരും. അപ്പോൾ 14% നൈട്രജൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ. The chloride of a metal contains 71% chlorine by weight and vapor density is 50. Atomic weight of metal. അപ്പോൾ ഒരു മെറ്റൽ ഉണ്ട്, അതിൻ്റെ ഒരു ക്ലോറൈഡ് ഉണ്ട്, MClX. ഓക്കെ, ഈ മെറ്റൽ ക്ലോറൈഡിൻ്റെ വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 50. വേപ്പർ ഡെൻസിറ്റി കിട്ടിയ സ്പോട്ടിൽ മോളാർ മാസ് പറയാം. 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി, ദാറ്റ് ഈസ് 100. എഗ്രി? അപ്പോൾ ഇതിൻ്റെ ആകെ മാസ് എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്. MClX ആവണം എന്നില്ല. MClX ആയിരിക്കും. കാരണം ഒരു മോളിക്യൂൾ എങ്ങനെ ഉണ്ടാവുക? എമ്മിൻ്റെ എണ്ണം എക്സും എമ്മിൻ്റെ വാലൻസി എക്സും Clൻ്റെ വാലൻസി 1 ആണെങ്കിൽ ഫോർമുല വിൽ ബി MClX. ഓക്കെ, അറ്റോമിക് വെയിറ്റ് കാണാം അല്ലേ? ഈ ക്ലോറൈഡിൽ, ഒരു മെറ്റലിൻ്റെ ക്ലോറൈഡിൽ 71% ആരാണുള്ളത്? ക്ലോറിൻ ആണുള്ളത്. 71% ക്ലോറിൻ. ബാക്കി 29% ആരുള്ളൂ? മെറ്റലുള്ളൂ. ഓക്കെ, അപ്പോൾ 29% ആണ് മെറ്റലുള്ളത്. റെഡി? അതായത് 29 ഗ്രാം ഇൻ 100 ഗ്രാം ഓഫ് കോമ്പൗണ്ട്. 29 ഗ്രാം 100 ഗ്രാം കോമ്പൗണ്ടിൻ്റെ അകത്തുണ്ട്. റെഡിയാണോ? നമുക്കത്ര തന്നെയുള്ളൂ. എത്ര? 100 ഗ്രാം ആണ് മോളാർ മാസ് എങ്കിൽ അതിലുള്ള ആ മെറ്റലിൻ്റെ വെയിറ്റ്. അപ്പോൾ അത് 29. ചോയ്സ് എ എടുക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. The hemoglobin of most mammals contains approximately 0.33% of iron by mass. ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ അല്ലേ?
The molecular mass of hemoglobin is 67200 gram mole inverse. Number of iron atoms in each molecule of hemoglobin. അപ്പോൾ 0.33% ആണ് Fe ഉള്ളത്. എവിടെ? ഹീമോഗ്ലോബിൻ്റെ അകത്ത്. എന്താ അതിൻ്റെ മീനിങ്? 0.33% എന്ന് പറഞ്ഞ മീനിങ് 0.33 gram present in 100 gram ഹീമോഗ്ലോബിൻ. അപ്പോൾ 100 gram ഹീമോഗ്ലോബിൻ്റെ അകത്ത് 0.33% ഗ്രാം ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഗ്രാമാണ് ഹീമോഗ്ലോബിൻ തന്നിട്ടുള്ളത്? മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, 100 ഗ്രാമിൻ്റെ അകത്ത് എത്രയാണ്? അപ്പോൾ 67200 ഗ്രാമിൻ്റെ അകത്ത് എത്ര ഉണ്ടായിരിക്കും? 0.33 ഇൻറ്റു അല്ലേ? അപ്പോൾ 1 ഗ്രാം ഹീമോഗ്ലോബിൻ്റെ അകത്ത് എത്ര ഉണ്ടാവുക? 1 ഗ്രാം ഹീമോഗ്ലോബിൻ്റെ അകത്ത് 0.33 ഡിവൈഡ് ബൈ 100. അങ്ങനത്തെ എത്ര ഗ്രാമാണ് തന്നിട്ടുള്ളത്? 1 ഗ്രാം അല്ല, 67200 ഗ്രാം ഹീമോഗ്ലോബിൻ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് എത്ര അയൺ ഉണ്ടായിരിക്കും? എത്ര ഗ്രാം അയൺ ഉണ്ടായിരിക്കും? 1 ഗ്രാമിൻ്റെ അകത്ത് 0.33 ഡിവൈഡ് ബൈ 100. അങ്ങനത്തെ 67200 തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 67200 00 ക്യാൻസൽ ചെയ്തു. ഓക്കെ, സോ 0.33 ഇൻറ്റു 672. 0.33 എന്ന് പറയുമ്പോൾ 1/3 അല്ലേ, ഇൻറ്റു 672. 1/3 ഇൻറ്റു 672 എന്ന് പറയുമ്പോൾ 600 നമുക്ക് എത്ര കിട്ടൂടാ? 600 നമുക്ക് കിട്ടുന്നത് 200 കിട്ടും. ബാക്കി 72 ഉണ്ട്. 72 60 വീണ്ടും 20 കിട്ടും. ബാക്കി 12 ഉണ്ടാവും. 12 ഒരു 4 കിട്ടും. അപ്പോൾ 224 ഗ്രാം Fe ഉണ്ടായിരിക്കും. 0.33% ആണ് Fe ഹീമോഗ്ലോബിനുള്ളതെങ്കിൽ 67200 ഗ്രാം ഹീമോഗ്ലോബിനിൽ 224 ഗ്രാം ആരായിരിക്കും? Fe ആയിരിക്കും. ചോദിച്ചത് Feയുടെ ആറ്റംസ് ആണ്. ഓക്കെ, എത്ര ആറ്റംസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. ഇൻ ഈച്ച് മോളിക്യൂൾ ഓഫ് ഹീമോഗ്ലോബിൻ. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിൽ 224 ഗ്രാം Fe ഉണ്ട് അല്ലേ? ഒരു Feയുടെ വെയിറ്റ് എന്താ? 56 ഗ്രാം ആണ് Feയുടെ വെയിറ്റ്. ആകെ എത്ര Fe ഉണ്ട്? 224 Fe ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് എത്ര വരുന്നുണ്ടാവുക? നമ്പർ ഓഫ് ആറ്റംസ് ആകെ 224 ഉണ്ട്. അതിലൊരാളുടെ വെയിറ്റ് എന്താ? 56. സോ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി 4 ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഒരാൾക്ക് ആവശ്യമായ വെയിറ്റ് 56 ആണ്. ആകെ അയണും കൊണ്ട് 224 ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എത്ര 56 ആറ്റംസ് അവിടെ ഉണ്ടായിരിക്കും? 4 ഉണ്ടായിരിക്കും. റെഡി? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. A compound was found contains 5.37 gram % nitrogen mass. What will be the minimum molecular weight? ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. മിനിമം മോളിക്കുലാർ വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് എലിമെന്റ് വിച്ച് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 നൈട്രജൻ. 1 നൈട്രജൻ ആകുമ്പോൾ ആ എലിമെന്റ് എത്രയാണ്? 14. ഒരു നൈട്രജന്റെ വെയിറ്റ് 14 ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഇൻറ്റു 100. ഓക്കെ, സോ 14 ഇൻറ്റു 100 ബൈ 5.37 ആണല്ലോ. അപ്പോൾ ആൻസേഴ്സ് ഡെസിമൽസിനാണ് മാറ്റുള്ളത്. അപ്പോൾ റഫായിട്ട് ചെയ്താൽ മതി. 14/5 അതൊരു 2.8 ആണ്. 5 ആണെങ്കിൽ വരിക, അപ്പം അതിനേക്കാളും കുറയും. ഇൻറ്റു 100 അപ്പോൾ ഒരു 280 റേഞ്ചിൽ വരും. പക്ഷെ 2.8 ആവില്ല. ചോയ്സ് നോക്കി മനസ്സിലാവും. 2.6 ആയിരിക്കും വരിക. അപ്പോൾ 260 റേഞ്ചിൽ ആൻസർ ഉണ്ടാവും. ചോയ്സ് സി എടുക്കാം. അടുത്ത സെക്ഷൻ ഇംപീരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല ഉള്ള സെക്ഷനാണ്. ഓക്കെ, അത് നമുക്കറിയാം. നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? An element A atomic weight 75 and another element B atomic weight 25 combine to form compound. Okay, and the compound contains 75% A. Then the formula of compound. അപ്പോൾ എയുടെ പെർസെൻറ്റേജ് 75, അപ്പോൾ ബിയുടെ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കലി 25. അപ്പോൾ റിലേറ്റീവ് മോൾ എന്താ വരിക? റിലേറ്റീവ് മോൾ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഡിവൈഡ് ബൈ അറ്റോമിക് മാസ്. എയുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ 75, എയുടെ അറ്റോമിക് മാസും 75. സോ ദ മോൾ ഈസ് 1. ബിയുടെ അറ്റോമിക് മാസ് 25, ബിയുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ 25. സോ ഓൾസോ 1. ഓക്കെ,
സോ ഫോർമുല എന്ന് പറയുന്നത് എത്രയാണ് വരുന്നുണ്ടാവുക? എയും 1 ആണ്, ബിയും 1 ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഫോർമുല നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കും. ദ എംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് CH ആൻഡ് ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ഈസ് CH. അപ്പോൾ എംപിരിക്കൽ ഫോർമുല വന്നിട്ടുണ്ട്, എന്താണ്? CH ആണ്. മോളാർ മാസ് 78 ആണ്. മോളിക്കുലാർ ഫോർമുല is equal to n into empirical formula, n into CH. n എങ്ങനെ കിട്ടുക? മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് എത്ര? 78. എംപിരിക്കൽ ഫോർമുല മാസ് 13. 12 + 1 13. 6 കിട്ടും അല്ലേ? 60 6. So 6 into CH, that is C6H6. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓക്സൈഡ് ഓഫ് എ മെറ്റൽ കണ്ടെയ്ൻസ് 40% മെറ്റൽ, 40% ബൈ മാസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, ഒരു മെറ്റലിന്റെ ഓക്സൈഡിൽ 40% ബൈ മാസ് ഓഫ് ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 60% ആരാണ്? മെറ്റലാണ്. മെറ്റലിന്റെ വെയിറ്റ്, അറ്റോമിക് വെയിറ്റ് 24 ആണെന്നുണ്ട്. ആ മെറ്റൽ M, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 60. ഓക്സിജൻ 40. അപ്പോൾ റിലേറ്റീവ് മോൾ എങ്ങനെയാണ്? 60 ഡിവൈഡഡ് ബൈ മെറ്റലിൻ്റെ വെയിറ്റ് 60, അതിൻ്റെ മോളാർ മാസ് ക്വസ്റ്റ്യൻ വന്നിട്ട് 24. ഇവിടെ 40 ഡിവൈഡ് ബൈ ഓക്സിജൻ്റെ വെയിറ്റ് നമുക്കറിയാം 60. എംപിരിക്കൽ ഫോർമുലയാണ് ചോദിച്ചു, കഴിഞ്ഞല്ലോ, ആൻസർ ആയല്ലോ. 6 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 10, ഇവിടെ 4, 10/4 2.5. ഇവിടെ 4 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 10, താഴെ 4, വീണ്ടും 2.5. സോ 2.5 is 2.5. The ratio will be 1:1. So formula will be M1O1 or MO. അപ്പോൾ ചോയ്സ് ബി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. A compound contains 69.5% oxygen and 30.5% nitrogen. The molecular mass 92. Same type of question ആണ്. അപ്പോൾ പെർസെൻറ്റേജ് 69.5% ഓക്സിജൻ, 30.5% നൈട്രജൻ. ഓക്കെ, മോളാർ മാസ് 92. മോളിക്കുലാർ ഫോർമുലയാണ് കാണുന്നത്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല കിട്ടണം. സോ 30.5 നൈട്രജൻ 14, 69.5 ഓക്സിജൻ 16. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിയർലി 2 പോയിന്റ് സംതിങ് ഉണ്ടാവും. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 64 4 ഉണ്ടാവും, 4 പോയിന്റ് സംതിങ് ഉണ്ടാവും. സോ ദ റേഷ്യോ വിൽ ബി 2:4. സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ 1:2. സോ എംപിരിക്കൽ ഫോർമുല വിൽ ബി N1O2. ഓക്കെ, സോ ദ എംപിരിക്കൽ ഫോർമുല മാസ് നൈട്രജൻ 14, ഓക്സിജൻ 2 വരുമ്പോൾ 2 × 16 32. 14 + 32 എത്ര വരിക? 46. മോളാർ മാസ് ക്വസ്റ്റ്യൻ എന്നുണ്ടല്ലോ 92. സോ n എന്ന് പറയുന്നത് മോളാർ മാസ് 92 ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് 46. സോ 2. സോ മോളിക്കുലർ ഫോർമുല is equal to n എന്ന് പറയുന്നത് 2 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി NO2. സോ ദ ഫോർമുല വിൽ ബി N2O4. ചോയ്സ് സി. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഫോർമുല വിച്ച് റെപ്രസെൻറ്റ്സ് ദ സിമ്പിൾ റേഷ്യോ ഓഫ് ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ കോൾഡ് മോളിക്കുലർ ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല, റിയാക്ഷൻ ഫോർമുല, എംപിരിക്കൽ ഫോർമുല. സോ എംപിരിക്കൽ ഫോർമുല യു നോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓൺ അനാലിസിസ് ഓഫ് സർട്ടൈൻ കോമ്പൗണ്ട് വാസ് ഫൗണ്ട് ടു കണ്ടെയ്ൻ 254 gram അയഡിൻ. 254 gram അയോഡിൻ. അയഡിൻ്റെ മോളാർ മാസ് 127 തന്നിട്ടുണ്ട്. 80 gram ഓക്സിജൻ. ഓക്സിജൻ നമുക്കറിയാം 16. എന്താ ഫോർമുല? ഒരു കോമ്പൗണ്ടിൽ അയഡിനുണ്ട്, ആരുണ്ട്? ഓക്സിജനുണ്ട്. റെഡി? നമ്പർ ഓഫ് അയഡിൻ ആറ്റംസ്. ഒരു അയഡിൻ്റെ വെയിറ്റ് 127 ആണ്. അപ്പോൾ അങ്ങനത്തെ എത്ര അയഡിൻ കൂടിയാലാണ് 254 ആവുക? 2. സോ 254 ഡിവൈഡ് ബൈ 127, 2 ആറ്റംസ്. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്. ഒരു ഓക്സിജൻ്റെ വെയിറ്റ് 16. അങ്ങനത്തെ എത്ര 16കൾ കൂടിയാലാണ് 80 gram ഓക്സിജൻ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് നോക്കണം. 5. സോ അയഡിൻ 2 ആകുമ്പോൾ ഓക്സിജൻ 5. ഫോർമുല വിൽ ബി I2O5. അടുത്തൊരു ക്വസ്റ്റ്യൻ. If 14 gram of element
combined with the 16 gram of oxygen. On the basis of following information, which of the following statement is correct? A എന്താണ്? The element X could have an atomic mass of 7. Then the oxide is formula XO. അതുപോലെ എങ്ങനെ വരുന്നുണ്ട്? 16 ഗ്രാം ഓക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മോൾസ്? 16 ഡിവൈഡഡ് ബൈ 16. എത്ര മോൾ ഓക്സിജൻ ആറ്റംസ് ആണ് ഉണ്ടാവുക? 1 മോൾ. അതൊന്നും ഫിക്സഡ് ആണ്. അപ്പോൾ ഓക്സിജൻ 1 ആവുമ്പോൾ ഇനി എലിമെന്റ് എന്താവുമെന്ന് നോക്കിയാൽ മതി. 14 ഗ്രാം ആണ് എലിമെന്റിന്റെ വെയിറ്റ് ഉള്ളത്. ഇഫ് ദ അറ്റോമിക് മാസ് ഓഫ് എലിമെന്റ് ഈസ് 7, ദെൻ നമ്പർ ഓഫ് മോൾസ് എത്ര? 14 വെയിറ്റ്, അറ്റോമിക് മാസ് 7 ആണെങ്കിൽ എ ആണ് ഞാൻ ചെയ്യുന്നത്. എത്ര മോൾ ഉണ്ടാവുക? 2 മോൾ. അറ്റോമിക് മാസ് 7 ആണെങ്കിൽ 14 ആണ് വെയിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 മോള് എക്സും ആവും, 1 മോള് ഓക്സിജനും ആവും. അപ്പോൾ ഫോർമുല X2O എന്നാവും. അതാണോ തന്നിട്ടുള്ളത്? If the atomic mass of element is 7, then the oxide having a formula XO. XO പറ്റൂല, X2 ആവണം. അടുത്ത ചോയ്സ് എന്താ? If the element have atomic mass of 14 ആണെങ്കിൽ അത് 1 മോൾ ഉണ്ടാവുക. അപ്പോൾ 1 ഉണ്ടാവുക. അപ്പോഴാണ് XO ഫോർമുല ആവുക. സി ചോയ്സ് എന്താ? അറ്റോമിക് മാസ് 7, then the oxide having formula X2O. കറക്റ്റ് ആണ്. അറ്റോമിക് മാസ് 7 ആവുകയാണെങ്കിൽ ആ തന്ന വെയിറ്റിൽ എത്ര എക്സ് ഉണ്ടാവും? 2x ഉണ്ടാവും. ഓൾറെഡി 16 ഗ്രാം ആവുമ്പോൾ ഓക്സിജന്റെ 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫോർമുല X2 ആണ് വരിക. അത് മാച്ച് ആവുന്ന ചോയ്സ് സി ആണ്. ഓക്കെ.